ഒരു പുതിയ ട്രെൻഡായിട്ട് വരികയാണ് നോമ്പ് തുറകൾ. ആ നോമ്പ് തുറകൾ എന്തായാലും ഇപ്പോൾ നോമ്പ് തുറക്കണമെങ്കിൽ മരുവിയാവണ്ടേ. അപ്പോൾ ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്നുകിൽ ക്ലാസ് കഴിഞ്ഞ് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി എന്ത് ചെയ്യും, രണ്ടാമത് വീണ്ടും എത്തുക. ഇത് ഇഫ്താർ ഒരു ആഘോഷമല്ല, ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ ആഘോഷമാക്കിയിട്ടാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആഘോഷത്തിൻ്റെതായ പൊതു സ്വഭാവങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അത് വെറുതെ ഒരു ഭക്ഷണമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു വളരെ തിരിച്ചു പോകാൻ. അവ എത്രയോ രാത്രിയായി കഴിഞ്ഞ് ആണീ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തും സംഭവിക്കാവുന്ന, എന്തിനും സൗകര്യമുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനമായിട്ടത് മാറുന്നു. ഗൗരവമുള്ള വിഷയം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഇത്. ഈ ആരാധനയുടെ രൂപം നിശ്ചയിച്ചു എന്നിട്ടുള്ളത്, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുകയും പ്രവാചകൻ മാതൃകയായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ മാതൃക പിൻപറ്റാത്തിടത്തോളം ഇതിലൊരു പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, അതിനെതിരാകുന്നതിലൂടെ എല്ലാവിധത്തിലുമുള്ള അവിശുദ്ധതകളിനകത്ത് വരും. അപ്പോൾ ഇവിടെയുള്ള പൊതു സംസ്കാരത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്ന, നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ എന്തെല്ലാം വൃത്തികേടുകളുണ്ടല്ലോ, ഇതിനേക്കൊന്ന് തിരിച്ചറിഞ്ഞ് തക്കവയോടെ നേരിട്ട് ശുദ്ധീകരിക്കുക വേണ്ടേ. പക്ഷേ ഇല്ലാത്ത മാലിന്യങ്ങൾ കൂടെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും, നാളെ റമദാൻ എന്ന് പറഞ്ഞാൽ, ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുള്ള വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.